വയനാട് തൊള്ളായിരംകണ്ടിയിലെ റിസോർട്ടിൽ 8 ഹട്ട് തകർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തണമെന്ന് മരിച്ച നിഷ്മയുടെ മാതാവ് ആവശ്യപ്പെടുകയാണ്. അപകടത്തിൽ പരിക്കേറ്റത് നിഷ്മയ്ക്ക് മാത്രമാണെന്നും കുടുംബം പറയുന്നു. ഫ്രണ്ട്സുകൾക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്ക് മാത്രമാണ് അപകടം ഉണ്ടായത്. കൂടെയുള്ളവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്ക് മാത്രം എന്ത് സംഭവിച്ചത്? നല്ല ഹാപ്പി ആയിട്ടാണ് അവൾ പോയത്. പോകുമ്പോൾ തന്നെ അവിടുത്തെ മുന്നേ 2-3 പ്രാവശ്യം സംസാരിച്ചു. ഒരു വട്ടം ഉച്ചൻ്റെ കുറച്ച് മുമ്പ് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഞാൻ ഒരു ട്രിപ്പ് പോവാണ്, ഫ്രണ്ട്സുകളുടെ കൂടെ പോവാന്ന് പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് ഞാൻ വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞു. നല്ല ഹാപ്പിയില്ല നമ്മൾ പോയത്. എന്തായാലും നമ്മൾ ഫ്രണ്ട്സുകളെ കണ്ടിട്ടും അല്ലാത്തവരെ കണ്ടിട്ടൊക്കെ നമുക്കൊരു ദുരൂഹത ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ കുട്ടീനെ ശരിക്കും നമ്മൾ കണ്ടതാണ്. ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് കുട്ടീൻ്റെ ശരീരത്തിൽ ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയും വലിയൊരു ഭാരമുള്ള സംഗതി വന്ന് വീഴുമ്പോൾ എന്തായാലും ഒരു ചെറിയൊരു തട്ടിത്തടഞ്ഞ് വീണാലും ഇപ്പോൾ നമ്മൾ തട്ടിത്തടഞ്ഞ് വീണാൽ പോലും നമുക്ക് സ്ക്രാച്ച് സംഭവിക്കാം. അത്രയും ഭാരമുള്ള സംഗതി വീണിട്ട് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ സംഭവിക്കാതെ എങ്ങനെ മരണം സംഭവിച്ചു? എന്താണ് അന്ന് സംഭവിച്ചത്? എന്താ അതിൻ്റെ പിന്നിലുള്ള ദുരൂഹത? നമുക്കത് ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, എന്താണ് നിഷ്മയുടെ കുടുംബം കൃത്യമായി ആ മരണത്തിൽ സംശയിക്കുന്നത്? വിപിൻ, അശ്മി, നിലമ്പൂർ എരഞ്ഞിമങ്ങാട് സ്വദേശിയാണ് നിഷ്മ. ഇപ്പോൾ ആ മരണത്തിൽ വലിയ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ്, ദുരൂഹത ആരോപിക്കുകയാണ് ആ കുടുംബം. ഇപ്പോൾ നിഷ്മയുടെ അമ്മയാണ് ഈ സംസാരിച്ചത്. ബന്ധുക്കളൊക്കെ ഉൾപ്പെടെ പറയുന്നത് അന്ന് ആ ഒരു അപകടം നടക്കുന്ന സമയത്ത് അത് പുലർച്ചെ 2 മണിക്കായിരുന്നു. അതിന് മുൻപ് എന്തൊക്കെ സംഭവിച്ചു എന്നതിൽ പോലീസിൻ്റെ കൃത്യമായിട്ടൊരു അന്വേഷണം വേണം. അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു സംഘത്തെ തന്നെ നിയോഗിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം. പിന്നീട് ഒരു മുറിവ് പോലുമില്ല, ആന്തരിക മുറിവുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു 16 പേരായിരുന്നു ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്, കൂടെ ഉണ്ടായിരുന്നെന്നാണ് അറിയുന്നത്. പക്ഷേ ഈ ഒരു മരണത്തിന് ശേഷം അവരാരെങ്കിലും ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഇവർക്കുള്ള സംശയങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോഴും ദൂരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടി കുടുംബം പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അന്വേഷണമാണ് ഇപ്പോൾ നിഷ്മയുടെ കുടുംബം ഈ മരണവുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നത്. ആശ്മി.